പി അൻവറിന് പിന്തുണയേറുന്നു എന്ന ചോദ്യത്തിന് തീർച്ചയായും പിന്തുണയേറുന്നു എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. പി വി അൻവർ യഥാർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് വർദ്ധിപ്പിക്കുന്നൊരു TRP ഹീറോയായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖമാവട്ടെ, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനാവട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവുകൾക്ക് വേണ്ടി നമ്മളടക്കം ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവുകൾ വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ വരുമ്പോൾ, വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ, ഒരു കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങളെ കാണുന്ന സമയത്തുണ്ടായിരുന്നതിനോളം വരുന്ന ഒരു വലിയ കാഴ്ചക്കാരുടെ ഒരു സമൂഹം അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ യൂട്യൂബിലടക്കം വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടാവുന്നത് പ്രേക്ഷകർക്ക് കാണാം. ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് പേഴ്സണാലിറ്റിയായി PV അൻവർ മാറുന്നു. അതിനും അപ്പുറത്ത് അദ്ദേഹം പിന്തുണയേറുന്ന ഇടതുപക്ഷത്തെ ഒരു MLA മാറുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ കൂടി നമ്മൾ സൂചിപ്പിച്ചു പോകണം. ഞാൻ ഈ വിഷയത്തെ 2 രീതിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നു. PV അൻവറിന് ലഭിക്കുന്ന പിന്തുണ അതെന്തുകൊണ്ടായിരിക്കും? 2, PV അൻവർ ഈ പിന്തുണ ഏറ്റുമ്പോഴും പാർട്ടിക്ക് സംഭവിക്കുന്ന സംഘടനാപരമായ പ്രശ്നത്തെ എങ്ങനെയാണ് പാർട്ടി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആത്യന്തികമായി ആരൊക്കെയായിരിക്കും? 3, ഈ അന്വേഷണം ഏതു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അത് PV അൻവറിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിലോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അതൃപ്തി വരുത്താനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ ആദ്യ ഭാഗത്തേക്ക് വന്നാൽ PV അൻവറിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പേരുണ്ട്, കടന്തൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കടന്തൽ കൂട്ടം ഇളകുന്നത് പോലെയാണ് PV അൻവർ ഒരു വിഷയത്തെ സമീപിച്ചാൽ, ആർക്കെങ്കിലും എതിരെ ഒന്ന് നീങ്ങിയാൽ PV അൻവർ അങ്ങനെ പിന്നാലെ പോയി ഓടിച്ചിട്ട് എല്ലാ വഴികളിലൂടെയും സാധ്യമായ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് അയാളെ കീഴടക്കും. പ്രകോപിതനായി കഴിഞ്ഞാൽ PV അൻവർ പിന്നെ മുമ്പും പിമ്പും നോക്കില്ല, ഒരൊറ്റ പോക്ക. അതാണ് PV അൻവറിൻ്റെ ഒരു ശൈലി. അത് തൊട്ടടുത്ത് PV അൻവറുമായി ബന്ധപ്പെട്ട ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും ആ പോരാട്ടത്തിൽ PV അൻവറിൻ്റെ പോരാട്ട വീര്യം എന്നുള്ളത് പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു തേനീച്ചയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കടന്തലിനെ പോലെയാണ്. അത് നിസ്സംശയം നമുക്ക് പറയാം. ഈ വിഷയത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു കടന്തലിനെ പോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരാണ് ടാർജറ്റിലുള്ളത്. ഒന്ന് സുജിത് ദാസ്. ആ സുജിത് ദാസിൻ്റെ മാറിയതിന് ശേഷം അവിടെ വന്ന ശശിധരൻ. ആ ശശിധരനെ ഇപ്പോൾ പെട്ടെന്നുള്ള കാരണം ശശിധരൻ SP ആയിരുന്നു. പക്ഷേ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് 1 സുജിത് ദാസ്, 2 അഡീഷണൽ DGP MR അജിത് കുമാറിന് ഈ കാര്യങ്ങൾക്കൊക്കെ പിന്തുണ നൽകുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ 3 പേരെ നമുക്ക് ശശിധരനെ കൂടെ കൂട്ടിയാൽ 4 പേരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന PV അൻവറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരല്പം റിവൈൻഡ് ചെയ്ത് പിന്നിലേക്ക് പോയാൽ PV അൻവർ ഈ ആക്രമണം തുടങ്ങുന്നത് എപ്പോഴാണ്? ശശിധരനുമായൊരു വേദി പങ്കിടുന്ന വേദിയിൽ പരസ്യമായി ശശിധരനെ വിലക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതിനു മുമ്പ് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് പെട്ടെന്നുള്ള പ്രകോപനം എന്ന് പറയുന്നത് PV അൻവർ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് പോലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും സാധാരണ വീടിന് നമ്മൾ ഈ ചെങ്കല്ല് കെട്ടിയാണ് വീടുണ്ടാക്കുന്നത് ആ ഭാഗങ്ങളിലെല്ലാം. ഇപ്പോൾ ചെറിയ മലഞ്ചെരുവുകൾ, ചെറിയ മലയടിവാരങ്ങൾ, ആ ഭാഗത്തുള്ള ചെങ്കല്ല് വെട്ടി അവരെ ഉപജീവന മാർഗമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അപ്പം വലിയ മലകളൊന്നുമല്ല ഇടിക്കുന്നതെങ്കിലും ചെറിയ മൺകൂനയിൽ ഈ ചെങ്കല്ല് വെട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർ വാഹനങ്ങൾ കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് വിൽക്കും. ചിലർ ആ ചെങ്കല്ല് വാങ്ങി ജീവിക്കും. ഈ വാഹനങ്ങൾ പിടിക്കുക എന്നതാണ് മലപ്പുറം പോലീസിലെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ പണി. ഇത് പല തവണ പരാതികളായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പക്കലെത്തി, CPMൻ്റെ നേതൃത്വത്തിൻ്റെ പക്കലെത്തി. പക്ഷേ MLA എന്ന നിലയിൽ പോലും PV അൻവർ നിസ്സഹായനായി. ഈ DYSPയോടും SPയോടും ഈ വിഷയം ആവർത്തിച്ചു പറഞ്ഞിട്ടും ഒരു പിന്തുണയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. ഒരു MLA എന്ന നിലയിൽ അപഹാസ്യനാവുന്ന നിമിഷം ഞാനിന്ന് PV അൻവറിനോട് ചോദിച്ചപ്പോൾ PV അൻവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് പോലീസ് ഓഫീസുമായി ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടി എടുത്തൊരു നയപരമായ തീരുമാനം കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളെ രാഷ്ട്രീയ വിമുക്തമാക്കി പ്രൊഫഷണലൈസ് ചെയ്യുക എന്നൊരു തീരുമാനം 2ാം പിണറായി സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനം തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. കാരണം PV അൻവറിനോടൊപ്പം ഒരു വലിയ സമൂഹം ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളും പ്രാദേശികമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കമുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അവർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ന്യായമുള്ള കാര്യങ്ങളിൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇടപെടുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥ ഭരണമാണെന്നൊരു പ്രതീതി ഉണ്ടാവുന്നു. അത്
ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് നാട്ടിലൊക്കെ വിലയുണ്ടാവുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ വ്യവഹാരങ്ങളിൽ, ചർച്ചകൾ, തർക്കങ്ങളിൽ ഒക്കെ ഒരു മധ്യസ്ഥ സ്ഥാനത്തേക്ക് വരുമ്പോഴും പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് നീതിയുടെ പക്ഷത്തോ അതല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുടെ പക്ഷത്തോ, അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം, പോലീസിനെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു MLA പോയി ഒരു സ്റ്റേഷനിൽ നിന്നാലും അവിടെ കാര്യം നടക്കാത്ത അവസ്ഥയുണ്ടാവുന്നു. എന്നാൽ മറുഭാഗത്ത് അത് നീതിക്കും ന്യായത്തിനും വേണ്ടി ഉദ്യോഗസ്ഥർ ഉപയോഗപ്പെടുത്തിയാൽ അതിന് പിന്തുണ കിട്ടും. പക്ഷേ ഇവിടെ അതിൻ്റെ മറവിൽ PV അൻവർ ഉന്നയിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ PV അൻവറിന് പിന്തുണ കിട്ടാനുള്ള ഭാഗമാകുന്നത്. ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായൊരു പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം, അരഗൻസ്, അവരുടെ ജനാധിപത്യ വിരുദ്ധത, ജനങ്ങളോടുള്ള സാമൂഹിക പ്രതിബദ്ധതയില്ലായ്മ, ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ നേതാക്കളോട് പുച്ഛം ഇവർക്ക്. അപ്പോൾ സ്വാഭാവികമായും PV അൻവറിനെ പോലെ, KT ജലീലിനെ പോലെ, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പോലും അവിടെ ന്യായമായും അയാൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. ഇത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുന്നില്ല. ആ ജില്ലാ കമ്മിറ്റിയിൽ സ്വാധീനശേഷിയുള്ള നേതാവിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും PV അൻവറിനെ ഇവർ സമീപിക്കും. PV അൻവറിന് പ്രാദേശികമായ പിന്തുണ കിട്ടുന്നു. ആ പ്രാദേശികമായ പിന്തുണ കൂടി കിട്ടുമ്പോഴാണ് പിന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അവിടുന്ന് കയറ് മോഷണം പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ഇൻസെൻസിറ്റീവായി സമീപിക്കുന്ന, ഒരു തരത്തിലും PV അൻവറിനോടൊപ്പം നിൽക്കാത്ത, രാഷ്ട്രീയ നേതൃത്വത്തിനോടൊപ്പം നിൽക്കാത്ത ഒരു പോലീസ് സേന എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഘട്ടത്തിലാണ് PV അൻവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഒരു കടന്തലിനെ പോലെ പിന്തുടരുന്നത് ആ ഘട്ടത്തിലാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കടന്തലിനെ പോലെ പിന്തുടരുമ്പോൾ PV അൻവർ ഏത് രീതിയിലാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്? സുജിത് ദാസിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു. ശശിധരനെതിരെ കാര്യമായ ആരോപണം ഉന്നയിക്കുന്നില്ല. സുജിത് ദാസിനെതിരെയും ADGPക്കെതിരെയും അന്വേഷണം തിരിച്ചുവിടുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, എനിക്കൊന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥന് നേരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കാവുന്ന ഏറ്റവും പരമാവധി ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഈ ADGPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്നതാണ്, കൊലപാതകം നടത്തി എന്നുള്ളതും കൊല്ലിച്ചു എന്നുള്ളതുമാണ്, കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്, അധോലോക സംഘത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. ഈ ADGP അതിനുശേഷം വരുന്ന ആരോപണങ്ങൾ വ്യക്തിപരമായി ക്രിമിനൽ ആയിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തുന്നു. ഇത് എന്തുകൊണ്ടാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കാതെ, ഒരു കേസെടുത്ത് അന്വേഷിക്കാതെ, ഒരു തുടരന്വേഷണത്തിലേക്ക് പോകാതെ ഇതൊരു GADയിൽ നിന്നുള്ള ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണമായി മാറിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. സ്പെഷ്യൽ ഓർഡറാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് നേരത്തെ അസഫ് അലി ഈ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചത്. അസഫ് അലി പറഞ്ഞത് ഇതിൽ മാമിയുടെ തിരോധാനത്തിൽ ഈ ADGP ഇടപെട്ട് അന്വേഷണം വഴിതെറ്റിച്ചു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കണം. അതിന് അന്വേഷിക്കാൻ സാധ്യതയുണ്ടോ എന്നത് നോക്കാതെ, ഏതെങ്കിലും തരത്തിൽ എടവണ്ണയിലെ കൊലപാതകത്തിൽ പരാതിക്കാർക്ക് ADGPയുടെ പിന്തുണ പങ്കാളിത്തമുണ്ടെന്ന് ആരോപണമുണ്ടെങ്കിൽ അതന്വേഷിക്കാതെ, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MLAയുടെ ആരോപണത്തിൽ ഒരു ADGPയുടെ പങ്കുണ്ടെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുമ്പോൾ അതന്വേഷിക്കാതെ, ഇതെല്ലാം കൂടി ഒരു GO ഇറക്കിക്കൊണ്ട്, ഒരു സ്പെഷ്യൽ ഉത്തരവ് ഇറക്കിക്കൊണ്ട് പൊതുഭരണ വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ശരിയാണോ എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇതാണ് ശരിക്കും ഇന്ന് PV അൻവറിനെ ചുടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ PV അൻവർ ഇന്ന് വളരെ സമർത്ഥമായി ഈ സമ്മർദ്ദം ഏറ്റുന്നതിൻ്റെ ഭാഗമായി, ആ കടന്തലിൻ്റെ കുത്തിന് ഒരു പവർ കൂടി ശക്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് മറ്റൊരു സ്ട്രാറ്റജി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP, SP ഇതടക്കം വരുന്ന പോലീസ് സേനയുടെ നിലവിലുള്ള രീതി മാറണം എന്നുള്ളതാണ്. ഇന്ന് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞതാണ് പൂരം കലക്കി എന്നുള്ളത്. ഇന്ന് അതിലും കൂടി കടന്ന് ഒരു കാര്യം കൂടി പറയുന്നു. പാലക്കാട് വെച്ച് RSS നേതാക്കളുടെ സമ്മേളനത്തിൽ ഈ ADGP പങ്കെടുത്തിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ജില്ലാ ഏരിയ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും എല്ലാം തുടങ്ങുന്നതിന് മുൻപ് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ RSSൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ് എന്ന വളരെ പൊളിറ്റിക്കലായ, പ്രൊവോക്കിംഗ് ആയ, രാഷ്ട്രീയമായി ഏറെ പ്രകോപനമുണ്ടാക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് അത്ര പെട്ടെന്ന് മറികടന്നു പോകാവുന്ന ഒരു ആർഗ്യുമെൻ്റ്. ഇതിൽ അന്വേഷണം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ സീരിയസ് ആയ ഒരു വിഷയമായി പാർട്ടി കണക്കിലാക്കുന്നുണ്ട്. അവിടെയാണ് ഇതുവരെ പറഞ്ഞ ആരോപണങ്ങളിൽ അന്വേഷണ കമ്മിറ്റിയെ വെച്ചതിനകത്ത്, അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിൽ PV അൻവർ അതൃപ്തി ഉണ്ടെങ്കിൽ ആ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് RSSന് പിന്തുണയുള്ള ഒരു ADGPയാണ് നമ്മുടെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ്. അതും രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ കടന്തൽ കുത്തിന് കൂടുതൽ മൂർച്ച കൂട്ടിക്കൊണ്ട് പറയുന്നു,
മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഇടിഞ്ഞിരിക്കുന്നു, ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇടിഞ്ഞിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി PV അൻവർ പറയുന്നുണ്ട്. അതിന് കാരണക്കാരായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒപ്പം ADGP അടക്കമുള്ളവരുടെ നേതൃത്വമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത സംവിധാനമാക്കി പോലീസിനെ മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഇടിക്കാൻ കാരണക്കാരനായ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ആരോപണം കൂടി മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇത് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കൂടുതൽ മൂർച്ചയേറിയ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യും. കാരണം ഇതുവരെ സ്പെസിഫിക്കായി പിൻ പോയിന്റ് ചെയ്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണ് എന്നൊരു ആർഗ്യുമെന്റേ ഉന്നയിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ ഒരുപക്ഷേ ലോക്സഭയിലെ പ്രകടനം പോലും പരാജയപ്പെടാനുള്ള കാരണം ഇതാണ് എന്ന നിലയിലേക്കൊരു ചർച്ച കൂടി PV അൻവർ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? തീർച്ചയായും ഈ വരാൻ പോകുന്ന കൊല്ലം സമ്മേളനത്തോടുകൂടി P ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ മാഷ് കരുത്താർജിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നിപ്പോൾ EP ജയരാജൻ പുറത്തുപോയി. കണ്ണൂരിൽ ഇപ്പോഴുള്ള MV ജയരാജൻ വളരെ സൈലൻ്റ് ആണ്, വളരെ നിശബ്ദനായി അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സെക്രട്ടറിയാണ്. P ജയരാജൻ ഓരോ ദിവസം കഴിയുന്തോറും പാർട്ടിക്ക് വിധേയനായി കരുത്തുറ്റ നേതാവായി വരുന്നു. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന EP ജയരാജനെ വെട്ടിമാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ P ജയരാജൻ്റെ പിന്നിൽ P ജയരാജനോടൊപ്പം MV ഗോവിന്ദൻ മാഷ്, P ജയരാജൻ, MV ജയരാജൻ, ഒപ്പം ശാരീരികമായ അവസ്ഥ കൊണ്ടുകൂടി അല്പം ക്ഷീണിതരായ പിണറായി വിജയൻ കൂടി ചേരുന്നു. സ്വാഭാവികമായും മറ്റൊരു ചേരി രൂപപ്പെടാത്ത വിധം ഒരു ശക്തി അവിടെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ P ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായി തീരും. ഇതിൻ്റെ ഗുണഭോക്താവ് ആത്യന്തികമായി P ജയരാജനും ഒരു പരിധിവരെ P ജയരാജനോടൊപ്പം നിൽക്കുന്നവരും കണ്ണൂരിന് പുറത്ത് പാർട്ടിയിൽ നിൽക്കുന്ന ഇപ്പോൾ MA ബേബി ആണെങ്കിലും ശരി, ഇവിടെ തോമസ് ഐസക് ആണെങ്കിലും ശരി, പാർട്ടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിൽക്കുന്ന കണ്ണൂരിന് പുറത്തു നിൽക്കുന്ന പാർട്ടി നേതൃത്വമാണെങ്കിലും ശരി, ഇവരുടെയൊക്കെ മാനസികമായ ഒരു മൗനാനുവാദം അല്ലെങ്കിൽ ഒരു മൗനമായ പിന്തുണ PV അൻവറിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്നാൽ P ശശിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് പോലും പുറത്താക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിലേക്ക് ചർച്ചകൾ എത്തുന്നതിൻ്റെ തുടക്കം എന്ന നിലയിലാണ്. അതിനെ എങ്ങനെയാണ് P ശശി അതിജീവിക്കുമെന്ന് അറിയില്ല. കാരണം പലപ്പോഴും P ശശി മുറിച്ചിട്ടിടത്ത് നിന്ന് ഊറിക്കൂടി വരുന്നൊരു രാഷ്ട്രീയ പ്രകൃതം P ശശിക്കുണ്ട്. ഏറ്റവും ഗുരുതരമായ ആരോപണത്തിൻ്റെ പുറത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും തരം താഴ്ത്തപ്പെടുകയും പിന്നീട് ഒന്നേ എന്ന് തുടങ്ങുകയും അവിടെ നിന്ന് ലോയേഴ്സ് യൂണിയനിൽ നിന്ന് വന്ന് പാർട്ടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് വരികയും ചെയ്യും. അതും പാർട്ടിയുടെ കേസുകളെല്ലാം സൂക്ഷ്മമായി പഠിച്ചെടുത്ത് വാദിച്ച് പാർട്ടിയുടെ പ്രിയം നേടിയെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുന്ന P ശശിയെ ചിലർ ഭയക്കുന്നുണ്ട് എന്നതും വ്യക്തവുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇതതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഇതിന് പിന്നിൽ PV അൻവറിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായ CPM-ലെ നേതാക്കളുടെ ഒരു നീക്കമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അത് PV അൻവർ തന്നെ വിശദീകരിച്ചു. P ജയരാജനോ ആരും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് KT ജലീലും വിസിൽ ബ്ലോവറായി നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരു രാഷ്ട്രീയ വിഷയമാണ്. നമുക്ക് മൂന്നാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാം. പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ പിന്തുണ നേതാക്കൾ നേരിട്ട് അറിയിച്ചിട്ടില്ല. ഈ മൗനം പിന്തുണയായി PV അൻവർ കരുതുന്നു. പക്ഷെ അതിലും ഒരു കുഴപ്പമുണ്ട്. കാരണം പാർട്ടിയിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചൊരു ധാരണയുള്ളത് PV അൻവറിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരാളും ശബ്ദിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പാർട്ടിയിൽ ഏതൊക്കെ കോണുകളിൽ നിന്ന് പ്രതികരണം വരാം? ഒരു കോണിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല. അതായത് DYFI മുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ നിരീക്ഷകരടക്കം PV അൻവറിനെതിരെ സംസാരിച്ചിട്ടില്ല. അത് വളരെ ആശ്ചര്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ CPIയുടെ ഭാഗത്ത് നിന്ന് PV അൻവറിന് പിന്തുണയാണ്. മറുഭാഗത്ത് നിന്ന് PV അൻവറിനെതിരെ നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാത്തൊരു സാഹചര്യം കൂടി. അപ്പുറത്തുള്ള പരാതി അത്ര ശക്തമാണ്, അസാധാരണമാണ് അത്തരമൊരു സാഹചര്യം. Meet the editors.